നല്ല ചക്കപ്പുഴുക്കും വരാല് കറി. എന്താ വൈബ് അല്ലേ? വൈബ് മാത്രല്ല, അടിപൊളി ഫുഡും അല്ലേ. ഫുഡോ എന്തൊക്കെ കിട്ടും? വെറൈറ്റി ഐറ്റംസ്, പോർക്കിന്റെ വെറൈറ്റി ഐറ്റംസ് ആണ് ഉള്ളത്. വെറൈറ്റി പോർക്ക് ഞാൻ കഴിക്കില്ല. പോർക്ക് മാത്രമല്ല, വേറെ ഉണ്ട്. നാടൻ കോഴി, താറാവ്, നല്ല ഇവിടുന്ന് പിടിച്ച മീൻ, എന്താ വേണ്ടൊക്കെ വാ. അപ്പൊ ഒന്ന് പൊളിക്കും പോലെ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടുത്തെ പോർക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വന്ന് ഇവിടുന്ന് പോർക്ക് കഴിക്കണം. അടിപൊളിയായിട്ടോ, സൂപ്പർ. അനീഷ് ഭായ്, എല്ലാത്തിന്റെയും വില എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാത്തിന്റെയും വില എഴുതി വെച്ചിട്ടുണ്ട്. വരുമ്പോ തന്നെ നമ്മുടെ ആളുകൾ എല്ലാം വിലയെല്ലാം കണ്ട് ഐറ്റം ഒക്കെ അറിഞ്ഞിട്ട് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചാ. എത്ര ഐറ്റംസ് ഉണ്ടാവും? നമുക്കൊരു 10-60 ഐറ്റംസ് നമുക്ക് കൊടുക്കാം. നമ്മുടെ നാടൻ ഐറ്റംസ് തന്നെയുണ്ട്. പിന്നെ അറബിക് ഉണ്ട്, അൽഫാം ഉണ്ട്, ബിരിയാണി ഉണ്ട്. അത് വേറെ അതുണ്ട്. അതെല്ലായിടത്തും കോമൺ ആയിട്ട് ഉള്ളതാണല്ലോ. ഇനി അത് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ വരുന്ന അതിഥികൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇതിന്റെ വെറൈറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അവരാവശ്യപ്പെട്ടാൽ മതി. നമ്മൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനുള്ള ആളുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ റെഡിയാണ്. കുറച്ച് നമ്മൾ അകത്തോട്ട് വരണം അല്ലേ? ഇങ്ങനെ ഒരു ഇത് ഇവിടെ തുടങ്ങാൻ എന്താണ് കാരണം? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണല്ലോ ഒരു തോട്ടർപുഞ്ച എന്ന് പറഞ്ഞു. ആ തോട്ടർപുഞ്ചയുടെ തീരത്തായിട്ടായിരിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പാടങ്ങളുണ്ട്. അതുപോലെ അതിന്റെ ഉള്ളിലൂടെ ഉള്ള ഡ്രൈവിങ്, അങ്ങനെ പലതും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കണ്ട് ആസ്വദിച്ച് ഫോട്ടോ എടുത്തു പോകാം. പിന്നെ ആമ്പൽപ്പാടങ്ങൾ കാണാം. പിന്നെ ഓരോ കാലത്തിലും ഓരോ സൗന്ദര്യ മാറ്റങ്ങളുള്ള സ്ഥലമാണ്. കൊയ്ത്തിന്റെ കാലത്ത് അങ്ങനെ ഒരു സൗന്ദര്യം, പാടം ഉഴുന്നത്, പിന്നെ വിതയ്ക്കണത്, ആ ഞാറ് പാകാണത്, ഞാറ് പറിക്കണത്, അങ്ങനെ എല്ലാം വളരെയധികം എല്ലാ സമയത്തും വ്യത്യസ്ത കാഴ്ചകളായിരിക്കും. പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്പലമുണ്ട്. പിന്നെ വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴെ നമ്മളൊരു ചെങ്ങാട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വെള്ളം കുറവായത് കാരണം അത് നമുക്ക് ഇല്ല. പക്ഷെ എന്നാലും വെള്ളത്തിന്റെ സമയത്ത് അതൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇവിടെ വരുന്നവര് സന്തോഷമായിട്ട് പോകണം. അതാണ് നമ്മുടെ ഒരു ഫിഷ് ഒക്കെ ഇവിടുത്തെ ഫിഷുണ്ട്. ഇവിടുത്തെ ഫിഷ് മീൻ പിടിക്കുന്ന ആളുകൾ ഇവിടെ തരുന്നുണ്ട്. പിന്നെ നമ്മുടേതായ സുഹൃത്തുക്കളുടെ ഫാമുകളുണ്ട്. ഇപ്പൊ പിലോപ്പിയൊക്കെ നമുക്ക് അങ്ങനെ ഫാമുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ പിടിക്കുന്ന ആൾക്കാർ കൊണ്ട് തരും. വരാല്, ചിക്കനും പോർക്കൊക്കെ നമ്മുടെ സ്വന്തം ഫാം. നമുക്ക് 2000 തൊട്ട് നമുക്ക് അതിന്റെ തൊഴിലാണ്. അപ്പൊ ആ സാധനം, ആ ഫാമിലെ സാധനം തന്നെ ആളുകൾക്ക് കൊടുക്കാന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമുക്ക് നെൽകൃഷിയുണ്ട്. അതിലെ നെല്ല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പുട്ട്, അതിന്റെ അരി കൊണ്ടുള്ള പുട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരു സംശയം ചോദിക്കണ്ടേ. അപ്പൊ ഇവിടെ പോർക്ക് ഉണ്ടല്ലോ. ഞാൻ പോർക്ക് കഴിക്കില്ല. അപ്പൊ നമുക്കൊരു സംശയം, നമ്മുടെ മറ്റുള്ള ബീഫും ചിക്കനൊക്കെ ഹലാലാണെന്നൊരു സംശയം ഉണ്ട്. അതെ അതെ, ഹലാലായിട്ട് തന്നെ. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അങ്ങനെ തന്നെ തയ്യാറാക്കുന്നത്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതും വരുന്നില്ലല്ലോ. അത് ആ രീതിയിൽ തന്നെ അതിൻ്റെതായ ആളുകളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്ഥിരമായിട്ട് ഫാമിലിയായിട്ട് വരുന്നതാണ്. ഇവിടെ ഇപ്രാവശ്യം ഞാൻ ഫ്രണ്ട്സിനെ വരാൽ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. നോക്കിക്കോളൂ, ഇവരുടെ ഈ വരാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ മസാലയാണ്. ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഇവർ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ. മസാല എന്തായാലും ഇവർക്ക് ഇഷ്ടപ്പെടും. ഇയാൾ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളാണ്. എന്തായാലും വീണ്ടും വീണ്ടും ഇങ്ങനെ പുതിയ ആളുകൾ വരട്ടെ. നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മളെ തോട്ടറയിലെ വിഭവസമൃദ്ധമായ ഒരുവിധ ഐറ്റംസുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ചക്കപ്പുഴുക്കുണ്ട്, നല്ല കപ്പ, വെണ്ണ പോലെ വെന്ത കപ്പ, പിടിയും കോഴി, പൊറോട്ട, പ്രോൺസ്, ക്രാബ്, പോർക്കിന്റെ കുറെ വെറൈറ്റീസുകൾ, അതുപോലെ ഫിഷ്, അതായത് തൊട്ട് പുറകിൽ നിന്ന് പിടിച്ച നല്ല സിലോപ്പിയ, അതുപോലെ വരാല്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പിടിയും കോഴിക്കറിയും. പുറത്ത് നല്ല കാറ്റാട്ടോ. നല്ല ആംബിയൻസിൽ നിന്ന് കഴിക്കാം. ഇപ്പൊ ചക്കക്കാലം അല്ല, പക്ഷെ നല്ല ചക്കപ്പുഴുക്ക് കിട്ടും ഇവിടെ വന്നാ. ചക്കപ്പുഴുക്ക് കിട്ടണ കേട്ടോ. ചക്കപ്പുഴുക്കും ചെമ്മീനും. എനിക്ക് ചക്കപ്പുഴുക്ക് മാത്രം കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് കേട്ടോ. ഒരു ചക്കപ്പുഴുക്ക് എടുക്കുക, ഒരു ചെമ്മീൻ. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടലൻ സ്പോട്ടും കൂടിയാണ് കേട്ടോ. നല്ല പൊറോട്ടയും ബീഫും ഉണ്ട്. മുന്നിലിരിക്കണം, നല്ല ലൈവായി അടിച്ചു കൊണ്ടുവന്ന പൊറോട്ട. ഞണ്ട് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക
വൈഭവമാണ്. ഞണ്ട് കഴിക്കാൻ അറിയണം. മസാല അടിപൊളി മസാല കേട്ടോ എല്ലാത്തിൻ്റെയും. വരാല് പൊള്ളിച്ചത് ആ കറിവേപ്പിലൊക്കെ ഒന്ന് മാറ്റി വെച്ച് ആ മസാല കുറച്ചിങ്ങനെ മാറ്റി ആ ഫിഷ് മാത്രം അങ്ങനെ എടുക്കുക. വേണ്ട അരിക്ക് വേണമെങ്കിൽ കുറച്ച് കപ്പ. എന്താ സോഫ്റ്റ് അറിയാപ്പ. കുറച്ച് കപ്പ വയ്ക്കാം, മീനെടുക്കാം. എല്ലാ ഫുഡും ഉണ്ട്. അതായത് അറബിക് ഫുഡുണ്ട്, നാടൻ ഫുഡും ഉണ്ട്. എന്താ പറയുക, ഒരു കുടക്കീഴിലെല്ലാം. ഇവിടെ പോർക്കിന്റെ ഫ്രൈയും ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, പിന്നെ റിബ്സും ഉണ്ട്. നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് ഫ്രൈയും റിബ്സും ആണ്. എന്തായാലും ഇവിടെ വരുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റിബ്സ് പ്രത്യേകിച്ച്. ഓക്കെ, വളരെ സോഫ്റ്റ് പോർക്കാണ്. അതുപോലെ തന്നെ അധികം മസാല ഒന്നും ചേർക്കാതെ നല്ല വേവ്, കറക്റ്റ് വേവുള്ള പോർക്കാണ്. ഓക്കെ, അപ്പം പോർക്ക് ലവേഴ്സ് മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം. ഫുഡൊക്കെ കഴിച്ചു അല്ലേ? പോർക്ക് എങ്ങനെ ഉണ്ട്? അടിപൊളി അടിപൊളി, മസ്റ്റ് ചെയ്യാൻ റിബ്സ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ചങ്ങാടം ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. ഇതൊക്കെ ഫ്രീ ആണ്. അതായത് ഇവിടെ വന്നാൽ മാക്സിമം ഹാപ്പി ആയിട്ട് പോവാം. അതെ, എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ അനീഷേട്ടനാണ് അത് നടത്തുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം തോട്ടറ കിച്ചൺ. അപ്പോൾ നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ശരിക്കും പറയണം അല്ലേ? അതെ, മസ്റ്റ് ട്രൈ ആണ്. നല്ല ഫുഡാണ്. നല്ല ഫുഡ്.